ഇന്നലെ ഫൈനലിൽ അർജന്റീന തോറ്റു. അപ്പോൾ ഒരു അർജന്റീന ഫാൻ എന്ന രീതിയിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ന്യായീകരിക്കുക ചെയ്യാം. പക്ഷേ ആസ് എ ഫുട്ബോൾ ഫാൻ, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിനെ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ഏറെ കൂടുതൽ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യം എന്താണെന്നറിയോ? ഇനി ഇവരുടെയൊക്കെ മാച്ചസ് അല്ലെങ്കിൽ ഇനിയുള്ളൊരു വേൾഡ് കപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യും? ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും ഓരോ കാലത്തും ഫുട്ബോളിന്. പക്ഷേ മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ ഈ ഒരു എൻഡ് ഓഫ് ആൻ എറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മളൊക്കെ കണ്ടു വളർന്ന 3 വ്യക്തികളാണ്, 3 ഫുട്ബോൾ പ്ലെയേഴ്സാണ്. നമ്മളിലൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഈ ഒരു ഫുട്ബോളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടീമുകളെ എന്നതിലുപരി നമ്മൾ ഈ ഒരു പ്ലെയേഴ്സിലോട്ട് പലപ്പോഴും ചുരുങ്ങി പോയിട്ടുണ്ട്. കാരണം നെയ്മർ ഉണ്ടല്ലോ നമുക്ക്, ക്രിസ്ത്യാനോ ഉണ്ടല്ലോ നമുക്ക്, മെസ്സി ഉണ്ടല്ലോ നമുക്കെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു ടീമിൻ്റെയൊക്കെ ഭാഗമാവാൻ തന്നെ ഒരുപാട് കാരണങ്ങൾ ഇവരൊക്കെ ആയിരിക്കും. ഇന്നലെ ആ ഫുൾ ടൈം വിസിൽ ഊതിയപ്പോൾ ഒരുപാട് മറ്റ് ഫാൻസുകാർക്കൊക്കെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അർജന്റീന കപ്പെടുക്കാത്തതിലും കാര്യങ്ങളിലൊക്കെ. അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓരോ പ്ലേയേഴ്സിനും അല്ലെങ്കിൽ ഓരോ ടീമിനും മറ്റൊരു ടീം തോൽക്കും അല്ലെങ്കിൽ മറ്റൊരു ടീം ജയിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി ഇതുപോലുള്ള ഒരു എന്താ പറയുക ഗോൾഡൻ എറ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. കാരണം നമ്മളൊരു ഏജിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം മുന്നേ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ക്രൈഫിൻ്റെ, പെലെയുടെ, മറഡോണയുടെ ഒക്കെ കാലത്ത്. പക്ഷെ നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റും OTTയും സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ വന്നതിന് ശേഷം നമ്മൾ എത്രത്തോളമാണ് ഓരോ ഫുട്ബോൾ മാച്ചസും ആഘോഷമാക്കിയാണ്, എത്രത്തോളം നമ്മൾ പരസ്പരം ട്രോൾ ചെയ്തിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലയിച്ചിട്ടുണ്ട്, നമ്മൾ തല്ലുകൂടിയിട്ടുണ്ട്, ഓരോ ഫാൻ ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു മൊമെൻറ്റ് നമുക്കിനി ഉണ്ടാവും എന്നുള്ളത് വളരെ സംശയമാണ്. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുന്നില്ല. ഫുട്ബോൾ ഓരോ കാലത്തും പുതിയ പുതിയ പ്ലേയേഴ്സിനെ, പുതിയ ലെജൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. യമാൽ വരുന്നുണ്ട്, എംബാപ്പെ വരുന്നുണ്ട്, ബെല്ലിംഗാം വരുന്നുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് വരുന്നുണ്ട്. ബട്ട് മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, ദാറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇമോഷൻസ് ഓർ ബെസ്റ്റ് ഫുട്ബോൾ വി ഹാവ് എവർ വിറ്റ്നസ്ഡ്. നമുക്ക് മുൻപുള്ള ആളുകൾക്ക് ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു ജനറേഷന് അല്ല എന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ഒരുപാട് യുവാക്കൾക്കുള്ള ഈ ഒരു ജനറേഷനിലുള്ള ഏറ്റവും നല്ല 3 ലെജൻസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരുപാട് വേറെയും ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ആരെയും കുറച്ച് പറയുന്നല്ല. പക്ഷേ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ ತಿಂದಾರೆ ತಿಂದಾದಗದಿಂದೈತಾರ